നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് വർക്ക് എനർജി പവർ ചാപ്റ്റർ തുടങ്ങിയായിരുന്നു. ഞാൻ കുറച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയോ? നോക്കി മാം. ഓക്കെ, നോക്കിയിട്ട് എന്താ മനസ്സിലായേ? നെക്സ്റ്റ് പഠിക്കാനുള്ളതാണോ ചോദിച്ചേ? നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നോ? നോക്കിയിട്ട് എന്താ മനസ്സിലായേ? അതില് ഇതുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ജസ്റ്റ് എല്ലാവരും അതൊന്ന് ഓട്ടിച്ച് നോക്കിയിട്ട് വരാം. ഓക്കെ, ഒരു 2 minutes. ഞാൻ നോക്കാൻ പറഞ്ഞേ എന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വർക്ക് എന്താണെന്നും അതേപോലെ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയും പിന്നെന്താ പവർ. ഓക്കെ, ഇത്രയാണ് നോക്കാൻ പറഞ്ഞു. പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും പിന്നെയും കുറച്ച് മനസ്സിലായി മാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉള്ള രണ്ടെണ്ണം അങ്ങനെ മനസ്സിലായിട്ടില്ല. ഓക്കെ, അത് സാരമില്ല. ഓക്കെ, സോ എങ്കില് നമുക്ക് ഇപ്പൊ ഒരു മിനിറ്റ്, ഒരു 7:04 ആകുമ്പോൾ നമുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നോക്കോളൂ. പോസിറ്റീവ് വർക്കും നെഗറ്റീവ് വർക്കും എന്താ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് വർക്ക് എന്തുണ്ട്? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? സോ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് വർക്ക് ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് വർക്ക് ആയിരിക്കും. അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എങ്കിൽ വർക്ക് എന്തായിരിക്കും? വർക്ക് 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് അവിടെയുള്ള കേസ്. ഓക്കെ, സോ നമുക്ക് ഇത്രയും മാത്രം പഠിച്ചാൽ പോരാ, കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട്. ഓക്കെ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പഠിക്കേണ്ടതാണ്. എന്താ നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യണം, ബിക്കോസ് നമുക്ക് ചാപ്റ്റർ കുറച്ച് സ്പീഡിൽ പോവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നോക്കാൻ പറഞ്ഞത്. ഓക്കെ, സോ മനസ്സിലായില്ല, തീരെ മനസ്സിലാവുന്നില്ല എങ്കിൽ ചോദിക്കാം. നമ്മുടെ ഗൈഡിലെ എത്രാമത്തെ പേജ് പറയാവോ? ഗൈഡില് ഇത് പഠിപ്പിക്കുന്ന പോർഷൻ ഗൈഡ് എനിക്ക് അറിയില്ലല്ലോ. 46 വർക്ക് എനർജി പവർ, ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. 45, 46, 47 അങ്ങനെയൊക്കെ. 30 ഒന്നുകൂടെ പറയോ? 45, 46, 47. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗൈഡില് 45, 46, 47 എന്ന ഒരാൾ പറഞ്ഞേ. സോ ആരെങ്കിലും ഗൈഡ് നോക്കണമെങ്കിൽ അത് നോക്കാം. ഓക്കെ, ഓക്കെ, സോ നമ്മളിപ്പോ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താന്ന് ചോദിച്ചാല് എന്താണ് നെഗറ്റീവ് വർക്ക് എന്താ, പോസിറ്റീവ് വർക്ക് എന്താന്ന് നോക്കാൻ വേണ്ടി പോവാ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? അത് ഫോഴ്സിന്റെ വർക്കിന്റെ കേസിൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് അതിന്റെ ഫോർമുല എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഇവിടെ ഫോഴ്സും ഇമ്പോർട്ടന്റ് ആണ്, ഡിസ്പ്ലേസ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഫോഴ്സിനെ നെഗറ്റീവ് ആക്കാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ബലത്തിനെ എന്താ പറയാ? ഫോഴ്സ് എന്ന് പറയാം. സോ ഫോഴ്സ് എന്ത് ചെയ്യില്ല, നെഗറ്റീവോ പോസിറ്റീവോ ആവൂല. ഓക്കെ, എപ്പോഴാണ് ഒരു വർക്ക് ഡണ് പോസിറ്റീവ് നെഗറ്റീവ് ആവുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ ഇങ്ങോട്ടാണ്, അതായത് ഒരു കാറാന്ന് വിചാരിക്കുക, ഞാൻ ഇങ്ങോട്ടാണ് അതിനെന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യിക്കുന്നത്. അത് ഞാൻ ഇങ്ങോട്ടാണ് അതിന് ബലം കൊടുക്കുന്നത്. അതേ സെയിം ഡയറക്ഷനിൽ തന്നെ അത് മൂവ് ആവുകയാണെങ്കിൽ എന്താണ്? അതേ സെയിം ഡയറക്ഷൻ തന്നെ അത് മൂവ് ആവുകയാണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. എന്താണ്? പോസിറ്റീവ്. അതായത് ഞാൻ ഫോഴ്സ് ഏത് ഭാഗത്താണോ കൊടുക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റും അതേ സെയിം ഭാഗത്താണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ്. ഓക്കെ, ഇനി ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത് ഈ ഡയറക്ഷനിലാണ്, അത് മൂവ് ആവുന്നത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ
ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ്. എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കും. അതായത് നമ്മളിപ്പം ഒരു ബോഡി മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, പക്ഷേ ഫോഴ്സ് എവിടെയാ ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങോട്ടാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണ്. എന്താണ്? നെഗറ്റീവ് വർക്ക് ഡൺ ആണ്. എന്താണ്? നെഗറ്റീവ് വർക്ക് ഡൺ. ഫ്രിക്ഷൻ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ചില സമയം നമ്മൾ ഉന്തുമ്പോഴത്തേക്കും തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ആവുകയാണെങ്കിൽ അതിനെന്താ പറയാ? ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഫോഴ്സ് ഇങ്ങോട്ടും ആണ്, അതിന്റെ മൂവ്മെന്റ് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് നെഗറ്റീവ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയാമേ? അതിനൊരു എക്സാമ്പിൾ എന്താ പറയാ? ഒരു കാർ ഉരുണ്ട് വരികയാണെങ്കിൽ നമ്മ ജസ്റ്റ് തള്ളി കൊടുക്കുകയാണ്. പക്ഷെ ആ കാർ തിരിച്ച് ഇങ്ങോട്ട് പുറകോട്ട് തന്നെ വരികയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ആണ്. അതായത് സ്ലൈഡിൽ കൂടെ എങ്ങനെ അതായത് ഒരു കാർ ഉരുണ്ട് വരികയാണെന്ന് വിചാരിക്കാം. ഉരുണ്ട് വരുമ്പോ അത് താഴോട്ടല്ലേ വരുന്നത്, പക്ഷെ നമ്മൾ ഫോഴ്സ് എങ്ങനെയാ കൊടുക്കുന്നേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലേ കൊടുക്കുക. ഓക്കെ, സോ അതൊരു നെഗറ്റീവ് വർക്ക് ഡൺ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഫ്രിക്ഷൻ ഫോഴ്സ് ഒരു നെഗറ്റീവ് വർക്ക് ഡൺ എക്സാമ്പിൾ ആണ്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ എന്താണ്? ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിലാണ് എന്ത്? ഫോഴ്സ് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് കൊടുക്കുന്നത്, ആ സെയിം ഡയറക്ഷനിലാണ് ഒരു വർക്ക് ഡൺ നടക്കുന്നതെങ്കിൽ, ഓക്കെ, വർക്ക് ഡൺ നടക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എന്താണ്? അത് പോസിറ്റീവ് ആണ്. ഓക്കെ, സോ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് പോസിറ്റീവ് എന്ന് വെച്ചാൽ അവിടുത്തെ എന്താണ് ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ഫോഴ്സ് ഇൻറ്റു ഫോഴ്സും ഡിസ്പ്ലേസും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ കോസ് 0യുടെ വാല്യൂ എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷം ട്രിഗണോമെട്രി പഠിച്ചില്ലേ, അതേപോലെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു വാല്യൂ ആണ് കോസ് 0. എന്താണ്? കോസ് 0. ഓക്കെ, കോസ് 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. എത്രയാണ്? കോസ് 0യുടെ വാല്യൂ 1 ആണോ? കോസ് 0യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു FD, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് 0 ആണ്. സോ കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ആൻസർ? കോസ് 0യുടെ ആൻസർ 1 ആണ്. സോ ഇത് 1 ആയതുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യില്ല, നമ്മളത് 1 ആയതുകൊണ്ട് തന്നെ 1 ഇൻറ്റു എത്രയായാലും സെയിം നമ്പർ അല്ലേ. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് ഫോഴ്സും എന്താണ് ഡയറക്ഷനും ഒരേപോലത്തെ സിറ്റുവേഷനിൽ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. എന്താണ്? 0 ഡിഗ്രി. ഓക്കെ, ഇനി അതേസമയം ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ ഓക്കെ, ഇവിടെ നമ്മൾ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. എത്രയാണ്? 180. ആൻഡ് 180 ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ കോസ് 0നെ നേരെ തിരിച്ചിടുന്നതാണ്. ഓക്കെ, കോസ് 0 തിരിച്ചിട്ടാൽ എത്രയാവും? -1. എത്രയാ? ഓക്കെ, സോ കോസ് 180യുടെ വാല്യൂ എത്രയാ? -1. എത്രയാണ്? -1. ഓക്കെ, സോ -1 ആണ്. സോ ഇവിടെ ഉണ്ടാവുന്ന ആൻസർ എന്ന് പറയുന്നത് -FD ആണ്. എന്താണ്? -FD ആണ്. സോ ഫോഴ്സും ഡയറക്ഷനും ഡിഫറെന്റ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് ഏത് ഇതായിരിക്കും? നെഗറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. ഏതായിരിക്കും? നെഗറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. സിമ്പിൾ അല്ലേ? കൂടുതലായിട്ടൊന്നും ഇല്ലല്ലോ? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ ഞാൻ അടുത്ത ഒരു ഇതിലേക്ക് പോവാണ്. ഓക്കെ, അടുത്തൊരു ഇതിൽ എന്ന് പറയുമ്പോൾ ഇതെന്താണ്? നമ്മൾ ഈ കോസ് 180യും കോസ് 0 ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്ന വെച്ചാല് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. എന്താണ് ഇവിടെ വർക്ക് ഡൺ ചെയ്യുന്ന ഫോഴ്സ്? ഏതാണ്? ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അതായത് G. എന്താണ്? G ആണ് എന്ത്? ആക്സിലറേഷൻ. ആൻഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് എന്ന് പറയുമ്പോൾ MA ആണ്. സോ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. എന്താണ്? mg അല്ലേ? ഫോഴ്സിന്റെ വാല്യൂ എന്താ? MA അല്ലേ? സോ ഇവിടെ ഗ്രാവിറ്റി ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഗ്രാവിറ്റി കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് mg. ഓക്കെ, സോ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. എന്താണ്? mg ആണ്. സോ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കാരണം ഉണ്ടാവുന്ന വർക്ക് ഡൺ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ 2 കേസുകളാണ് ഉള്ളത്. എന്താണ്? അതായത് ഗ്രാവിറ്റേഷൻ കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന 2 കേസുകളാണ് ഉള്ളത്. ഒന്ന്, താഴെ ഇരിക്കുന്ന ഒരു ബ്രിക്കിനെ എന്ത് ചെയ്യാണ്? മുകളിലോട്ട് പൊക്കുകയാണ്. ഓക്കെ, മുകളിലോട്ട് പൊക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ ചെയ്യുന്നത് എഗനിസ്റ്റ് ഗ്രാവിറ്റി ആണ്. എന്താണ്? അതായത് താഴോട്ടല്ലേ ഗ്രാവിറ്റി ഫോഴ്സ് എങ്ങോട്ടാ? താഴോട്ടാ. പക്ഷെ നമ്മൾ ഈ ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്? മുകളിലോട്ടല്ലേ പൊക്കുന്നേ? അത് നെഗറ്റീവ് ആണ്. അത് പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ മുകളിലോട്ടാ പൊക്കുന്നേ. ഓക്കെ,
സോ അപ്പൊ അതെന്തായിരിക്കും, അത് Okay. നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് ഇവിടെ ഉണ്ടാവുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സോ അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ഓക്കെ Okay, ma'am. ഓക്കെ ആണോ? Yes, ma'am. Okay, ഇനിയുള്ള കേസ് എന്ന് പറഞ്ഞാല് മുകളിൽ നിന്ന് ഒരു സാധനം നമ്മൾ താഴോട്ട് തള്ളിയിടുകയാണ്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റും ഇങ്ങോട്ടാണ്, ഫോഴ്സും ഇങ്ങോട്ടാണ്. സോ ഇവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇത്രയും പക്ക അല്ലേ? മനസ്സിലായി. അതെ, മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, സോ പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ നമ്മള് പറഞ്ഞു എന്താണ്, മുകളിലോട്ട് പോകുന്നത് നെഗറ്റീവ് വർക്ക് ഡൺ ആണ്, താഴോട്ട് ഇടുന്നത് പോസിറ്റീവ് വർക്ക് ഡൺ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഇതിൽ ഏതാ എളുപ്പം ചെയ്യാൻ? താഴോട്ട് ഇടണേ. താഴോട്ട് ഇടുന്നതാണ് എളുപ്പം അല്ലേ? താഴോട്ട് ഇടുന്നത് എളുപ്പമായിട്ടും നമ്മൾ എന്താ പറയുന്നത്, നമ്മള് അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുന്നത് മേലോട്ട് വെക്കുന്നതാണ്. വർക്ക് ഡൺ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എവിടെയാ നമുക്ക്? മുകളിലോട്ട്. മുകളിലോട്ട്. മേലോട്ട് എടുക്കുന്നതാണ് നമുക്ക് വർക്ക് ഡൺ കൂടുതൽ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്താ വരുന്നത്, ഗ്രാവിറ്റേഷനെ എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ പൊക്കുന്നത് കൊണ്ട് അവിടെ വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. ഓക്കെ, ഗ്രാവിറ്റേഷൻ വരുന്നത് കൊണ്ട് വർക്ക് ഡൺ പോസിറ്റീവ് ആണെന്നാ പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താന്ന് വെച്ചാല് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ മാത്രമേ ഇതാക്കുന്നുള്ളൂ. അവിടെ ഹ്യൂമൻ വർക്ക് ഡൺ അല്ല പറയുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കൺഫ്യൂഷൻ അടിക്കണ്ട, അത് ഞാൻ പറഞ്ഞുതരാം. സോ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ബിക്കോസ് ഇവിടെ വർക്ക് ഡൺ കൂടുതൽ, അതായത് ഫിസിക്സിന്റെ കേസിൽ വർക്ക് ഡൺ കൂടുതൽ ചെയ്യുന്നത് ആരാണ്? താഴോട്ട് വരുന്ന വസ്തുവിനാണ് വർക്ക് ഡൺ കൂടുതൽ. മേലോട്ട് പൊക്കുന്ന വസ്തു നെഗറ്റീവ് ആയിട്ടാ കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ നമ്മൾ എന്ത് ചെയ്യാണ്? എഗനിസ്റ്റ് ഗ്രാവിറ്റി ചെയ്യാണ്. എന്താണ്? എഗനിസ്റ്റ് ഗ്രാവിറ്റി ചെയ്യാണ്. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് താഴോട്ടാണ്, എന്താണ് നമ്മള് മേലോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ മേലോട്ട് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡി കോസ് 180. എത്രയാണ്? എഫ് ഡി കോസ് 180 ആണ്. ബിക്കോസ് ഫോഴ്സ് താഴോട്ടാണ്, പക്ഷെ നമ്മൾ കൊടുക്കുന്ന എന്താണ് ഡിസ്പ്ലേസ്മെന്റ് മേലോട്ടാണ് അല്ലേ? നമ്മൾ മേലോട്ടാണ് പൊക്കുന്നത്. സോ അവിടെ വരുന്ന എന്താണ്, അവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. എത്രയാണ്? 180 ഡിഗ്രിയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഫോഴ്സ് എന്താ കൊടുക്കുക? എം ജി ആണ് കൊടുക്കുക. എത്രയാ കൊടുക്കുക? എം ജി ആണ് കൊടുക്കുക. എം ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? മേലെന്നൊരു വസ്തു താഴോട്ട് തള്ളിയിടുകയാണ്. സോ അവിടെ തന്നെയാണ് ഫോഴ്സും അവിടെ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മൾ അവിടെ എന്താ കൊടുക്കുക? പോസിറ്റീവാ കൊടുക്കുക. ബിക്കോസ് അത് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് അവിടെ എന്താണ്? കോസ് 0 ആണ്. സോ കോസ് 0 വാല്യൂ 1 ആണ്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇത് ഓക്കെ അല്ലേ? ഓക്കെ മാം. ഇത്രയേ ഉള്ളൂ അത്. സോ ഇവിടെ നോക്കിക്കേ, വെൻ ദ ഒബ്ജക്ട് ഈസ് ലിഫ്റ്റഡ് അപ്പ്. ഓക്കെ, മേലോട്ടാണ് പൊക്കുന്നത്. ഓക്കെ, മേലോട്ട് പൊക്കുമ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം നെഗറ്റീവ് ആണ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഫിസിക്സ്. ഓക്കെ, ഫിസിക്സിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അയാൾ എടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഓക്കെ, അതായത് ഒരു സാധനത്തിനെ പൊക്കുക, ആ ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവ് ആണ്. എന്താണ്? അതായത് ഫോഴ്സ് താഴോട്ടാണ്, നമ്മൾ പൊക്കുന്നത് മേലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്സിന്റെ കേസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ച് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. എന്താണ്? നെഗറ്റീവ്. പക്ഷെ ഒരാൾ ചെയ്യുന്നു, ഓക്കെ, ആ പേഴ്സൺ ചെയ്യുന്നു, ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, ഓക്കെ, ആ പേഴ്സൺ എന്തില്ല, ആ പേഴ്സൺ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോക്കുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോക്കുന്നില്ല. അതായത് ഇപ്പൊ ഒരു സാധനം നമ്മൾ മേലോട്ട് എടുത്ത് പൊക്കുമ്പോൾ ഇൻ ദ കേസ് ഓഫ് ഗ്രാവിറ്റി, ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഗ്രാവിറ്റി നോക്കുമ്പോൾ എന്താണ്? ആ വസ്തു താഴോട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വലിക്കുന്നത്, അയാൾ മേലോട്ടാണ് എന്ത് ചെയ്യുന്നത്? പൊക്കുന്നത്. പക്ഷെ ഒരു പേഴ്സൺ, ഓക്കെ, ആ പേഴ്സൺ എവിടെയാ ഫോഴ്സ് കൊടുക്കുക? അതായത് ഇപ്പൊ ഞാൻ ഇതിനെ പൊക്കയാണ്, ഞാൻ എവിടെയാ ഫോഴ്സ് കൊടുക്കുക? ഞാൻ എവിടെയാ ഫോഴ്സ് കൊടുക്കുക? അതായത് ഞാൻ തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ പൊക്കയാണ്, ഞാൻ എവിടെയാ ഫോഴ്സ് കൊടുക്കുക? ആ പേഴ്സൺ എവിടെയാ ഫോഴ്സ് കൊടുക്കുക? മുകളിലോട്ട്. ഇപ്പൊ ഞാനൊരു വസ്തുവിനെ എടുക്കാൻ നോക്കുകയാണ്, ഞാൻ എടുക്കാൻ നോക്കുമ്പോ ഞാൻ താഴോട്ടാണോ ബലം കൊടുക്കുക? ലിഫ്റ്റ് ചെയ്യണത്. ഞാൻ മേലോട്ടല്ലേ പൊക്ക. അപ്പൊ ഞാൻ കൊടുക്കുന്ന ബലം, അതായത് ഒരു മനുഷ്യൻ എങ്ങോട്ടാ ബലം കൊടുക്കുക? ഒരു മനുഷ്യൻ മേലോട്ടല്ലേ ബലം കൊടുക്കുക? അപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ്. എന്താണ്? ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവ് ആണ്. ബിക്കോസ് ആ മനുഷ്യൻ ബലം കൊടുക്കുന്നത് എവിടെയാണ്? മേലോട്ടാണ്. സോ ഞാൻ കൊടുക്കുന്ന എഫ് മേലോട്ടും, ഇത് എം ജി ആണ്. എം ജി ആണ് എന്ത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി.
ആ ഗ്രാവിറ്റി താഴോട്ട് ആയതുകൊണ്ടാണ് ഈ വർക്ക് ഡൺ നെഗറ്റീവ് ആയത്. പക്ഷെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വർക്ക് ഡൺ അയാൾ കൊടുക്കുന്ന ഫോഴ്സ് മേലോട്ടാണ്, ആൾ കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് മേലോട്ടാണ്. മനസ്സിലായോ? ആ സോ ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, പക്ഷെ അറ്റ് ദ ടൈം ഓഫ് ഗ്രാവിറ്റി അത് നെഗറ്റീവ് ആണ്. മനസ്സിലായോ? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ 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 ഓക്കെ. ഓക്കെ. ഇനി സെയിം സിറ്റുവേഷൻ തന്നെയാണ് ബ്രിക്ക് താഴോട്ട് ഇടുമ്പോ. ഓക്കെ. സോ ഞാൻ എന്ത് ചെയ്യാണ്, ബ്രിക്കിനെ താഴോട്ട് ഇടുകയാണ്. ഈ താഴോട്ട് ഇടുമ്പം താഴോട്ടൊരു ഫോഴ്സ് ഉണ്ട്. എന്തുണ്ട്? ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ വിട്ടു കൊടുക്കുക ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ബലം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ താഴോട്ട് ഇടാൻ? വേണ്ട. വേണ്ട. എന്റെ ഫോഴ്സ് അവിടെ കഴിയാണ്, എന്റെ ഫോഴ്സ് മേലെ കഴിയാണ്. ഞാൻ പിന്നെ താഴോട്ട് ഒരു ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ല. ഞാനൊരു സാധനം മേലെ താഴെ ഇടാനേ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഒരു മാത്രം ഫോഴ്സ് കൊടുക്കുന്നുള്ളൂ. എന്റെ പിന്നെ ആ ഫോഴ്സ് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്റെ ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടാണ്. അപ്പൊ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മുകളിൽ നിന്ന് താഴെ വരുന്ന വസ്തുവിന്റെ അയാൾ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. പക്ഷെ ഇത് ഇങ്ങോട്ടാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് തന്നെ താഴോട്ട് ഇടുന്ന വസ്തുവിന്റെ വർക്ക് ആ വസ്തുവിന്റെ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ക്ലിയർ ആയി. സോ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സീറോ വരുന്ന കേസാ. ഓക്കെ, നമ്മളിപ്പോ പോസിറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സീറോ പറഞ്ഞു നോക്കിയാലോ? പറയാം. ഓക്കെ. ഓക്കെ, സീറോ വരുന്ന കേസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരാള് അയാൾ തലയുടെ മുകളില് കല്ല് കുറെ കയറ്റി വെച്ചു. ഓക്കെ, ഇതൊരാളാണെന്ന് വിചാരിക്കുക. അയാൾ തലയിൽ കുറെ കല്ല് കയറ്റി വെച്ചു. എന്നിട്ട് അയാൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അയാൾ എന്തെങ്കിലും ജോലി ചെയ്തോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടാണ്? അയാൾ ഒരു തരത്തിലും എന്ത് ചെയ്തില്ല, ആകെ മാസം മാത്രം എടുത്ത് മേലെ കയറ്റി വെച്ചതേ ഉള്ളൂ. അയാൾ ഒരു തരത്തിലും മൂവ് ആയില്ല. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് ഫിസിക്സിൽ പറയുമ്പോൾ നമ്മൾ എന്താണ്, അയാൾ പ്രത്യേകിച്ച് വർക്ക് ഡൺ ഒന്നും ചെയ്തില്ല. പക്ഷെ ഒരു മനുഷ്യനെ നമ്മൾ പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ തളർന്നു പോയേക്കാം, അല്ലേ? അതെ. അയാൾ തളർന്നു പോയേക്കാം. പക്ഷെ അറ്റ് ദ കേസ് ഓഫ് ഫിസിക്സിൽ നമ്മൾ പറയുമ്പോൾ അയാൾ പ്രത്യേകിച്ച് ഒരു വർക്ക് ഡണ്ണും ചെയ്തിട്ടില്ല, അല്ലേ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അതേപോലെ തന്നെ ഇനി നമ്മുടെ കേസിൽ കോസ് 90 ആണ് വരുന്നതെങ്കിൽ എന്താണ്? കോസ് 90. കോസ് 90 ആണ് വരുന്നതെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. എത്രയാ? 0. കോസ് 90. അതായത് എപ്പോഴെങ്കിലും കേസിൽ നമ്മൾ കോസ് 90, അതായത് നമ്മൾ പറയുന്ന ആ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയാൽ, ഓക്കെ, 90 ഡിഗ്രി ആയാലും ആ വർക്ക് ഡൺ എത്രയായിരിക്കും? 0 ആയിരിക്കും. 90 ഡിഗ്രി എന്ന കേസ് നിങ്ങൾക്ക് വരത്തില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ ഏതെങ്കിലും സാധനത്തിന്റെ ആംഗിൾ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയാലും അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. എന്താണ്, ഒരു പാർട്ടിക്കിളിനെ നമ്മൾ മേലോട്ട് പൊക്കുകയാണെങ്കിൽ എന്താണ്, മേലോട്ട് പൊക്കുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ആ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവ് ആയിരിക്കും, മേലോട്ട് പൊക്കുന്ന ഒരു വസ്തുവിന്. ഓക്കെ, ഇനി താഴോട്ട് വരുന്ന വസ്തുവിന് ഓക്കെ ടേംസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയുകയാണെങ്കിൽ ആ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കിൽ പോവുകയാണ്. സോ നമ്മൾ വർക്ക് ഡൺ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ വർക്ക് ഡൺ അല്ല പഠിക്കാൻ വേണ്ടി പോകുന്നത്, വർക്ക് ഡണ്ണിന്റെ നെക്സ്റ്റ് ലെവലാ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വർക്ക് ഡൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പവർ വേണം. വർക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പവർ. പവർ അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. എന്ത് വേണം? നമുക്ക് എനർജി അല്ലെങ്കിൽ പവർ വേണം. ഓക്കെ, സോ എനർജിയും പവറും ഒക്കെ ഏകദേശം ഒരേ സെയിം സാധനമാണ്. ഓക്കെ, സോ പവർ എന്താന്ന് ചോദിച്ചാല് എനിക്ക് എത്ര നേരം വർക്ക് ചെയ്യാൻ പറ്റും? എന്താണ്? എത്ര നേരം വർക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, പവർ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് എത്ര നേരം വർക്ക് ചെയ്യാൻ പറ്റും, അതിനെ എന്ത് പറയാ? പവർ. പവർ എന്ന് പറയാം. അതാണ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. റേറ്റ് എന്ന് പറഞ്ഞാൽ സമയം എന്നാ പറയാ. ഓക്കെ, എനിക്ക് എത്ര നേരം വർക്ക് ചെയ്യാൻ പറ്റും, അതിനെ എന്ത് പറയാ? പവർ എന്ന് പറയാ. എനിക്ക് എത്ര നേരം വർക്ക് ചെയ്യാൻ പറ്റും, അതിനെ എന്ത് പറയാ? പവർ എന്ന് പറയാ. അതായത് എന്താണ്, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും പവർ. ചിലർക്ക് മണിക്കൂറോളം, 5-6 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലർക്ക് എന്താണ് 2 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റും. ചിലർക്ക് അരമണിക്കൂർ ചെയ്യുമ്പോഴത്തേക്ക് തളർന്നു പോകുന്നവരുണ്ടാവും, അല്ലേ?
അപ്പൊ ഇപ്പൊ നമ്മള് വീട്ടിലെ ജോലി തന്നെ എടുക്കാം. ചിലർ എന്ത് ചെയ്യും, ചിലര് ആ ജോലി മൊത്തം അതായത് ഒറ്റ സ്ട്രെച്ചിൽ രാവിലെ മുതൽ മേ ബി അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ഉച്ചയ്ക്ക് ഇതാക്കുക, അങ്ങനെ ഉണ്ടാക്കുന്ന കേസിൽ ചിലർ എന്ത് ചെയ്യും, ചിലര് രാവിലെ തുടങ്ങി അത് ഫുള്ളായിട്ട് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്നവരുണ്ടാവും. അതായത് രാവിലത്തെയും ഉച്ചക്കത്തെയും ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് എടുക്കുന്നവരുണ്ടാവും. അതായത് എന്റെ ഉമ്മച്ചിയൊക്കെ അങ്ങനെയാ. അതായത് ഉമ്മച്ചി രാവിലെയും വൈകുന്നേരത്തെ ഉച്ചക്കത്തേത് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് എടുക്കാം. ചിലർ എന്ത് ചെയ്യും, രാവിലത്തേത് ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഉണ്ടാക്കാം, അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്. ഓക്കെ, സോ ഓരോരുത്തർ എങ്ങനെയാണ് വർക്ക് ഡൺ ചെയ്യുന്നത് അതേപോലെ ഡിഫറെന്റ് ആണ്. ഓക്കെ, അതേപോലെ ഇപ്പം കല്ലെടുക്കുന്ന അതായത് കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, ചിലർ എങ്ങനെ ചെയ്യും, ഒറ്റ സ്ട്രെച്ചിൽ എത്ര കല്ലുണ്ടോ ഒരു 100 കല്ലുണ്ടെങ്കിൽ ആ 100 കല്ലും എടുത്തു വെച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കുന്നവരുണ്ടാവും. ഈ ചിലർ എന്ത് ചെയ്യും, 50 കല്ലെടുത്ത് റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് 50 കല്ലെടുക്കുന്നവരുണ്ടാവും. സോ ഓരോരുത്തരുടെയും പവർ എന്താണ്, ഡിഫറൻസ് അല്ലേ? അതെ മാം. ഓക്കെ, സോ നമ്മള് എത്ര നേരം വർക്ക് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും എന്ത് പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പവറിന്റെ യൂണിറ്റ് എന്താണെന്നറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? പവറിന്റെ യൂണിറ്റ് അറിയോ നിങ്ങൾക്ക്? ടൈമുണ്ട്, വാട്ട് 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 സമയം അതായത് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന മിക്സി, ഗ്രൈൻഡർ, അതിനെയൊക്കെ നമ്മൾ എന്താ പറയാ, പവർ എന്ന് പറയാ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു മണിക്കൂറിൽ എന്താണ്, 1 മണിക്കൂറിൽ ഒരു മണിക്കൂറില് അത് എത്രമാത്രം എന്താണ് എനർജി യൂസ് ചെയ്യും അല്ലെങ്കിൽ എത്രമാത്രം വർക്ക് ചെയ്യും എന്നതിനെ എന്ത് സൂചിപ്പിക്കുന്നത്? ആ വാട്ട് സൂചിപ്പിച്ചു. അതായത് നമ്മളെ ഇപ്പൊ മിക്സി ഒക്കെ എടുക്കുകയാണെങ്കിൽ 700 വാട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ AC ഒക്കെ എടുക്കുകയാണെങ്കിൽ 1500 വാട്ട്. അതായത് ഒരു മണിക്കൂർ പ്രവർത്തിക്കാൻ അതിന് എത്ര വർക്ക് ഡൺ വേണം? 1500. ഓക്കെ, 1500 പവർ അതിന് യൂസ് ചെയ്യേണ്ടി വരും എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി ഓക്കെ, സോ പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. എന്താണ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെ എന്ത് പറയാ? പവർ എന്ന് പറയാ. സോ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ആണ്. എന്താണ്? സോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് എഴുതി വെച്ചോ. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെ എന്ത് പറയാ? പവർ എന്ന് പറയാ. സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ആണ്. എന്താണ്? വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇനി നമ്മൾ ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് ചെറിയ സമയത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ എന്താണ്? ചെറിയ സമയത്തേക്കാണ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെൽറ്റ W ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടിയിൽ എടുക്കും. എന്താണ്? അത് ചെറിയ സമയത്തേക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെൽറ്റ W ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടിയിൽ എടുക്കും. ഓക്കെ, ആൻഡ് നമ്മള് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് SI യൂണിറ്റ് ഓഫ് പവർ. ഓക്കെ, SI യൂണിറ്റ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂള്. ജൂളാണ് എന്ത്? വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ്. ഓക്കെ, വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് ആണ് എന്ത്? ജൂള്. ആൻഡ് ടൈം ആണ് എന്ത്? സെക്കൻഡ് ആണ് എന്ത്? ടൈമിന്റെ യൂണിറ്റ്. ഓക്കെ, സോ ജൂൾ പെർ സെക്കൻഡ്. ഓക്കെ, ജൂൾ പെർ സെക്കൻഡ് ആണ് എന്ത്? വാട്ട് എന്ന് പറയുന്നത് WATT. ഓക്കെ, ആൻഡ് വാട്ട് അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ W ആണ്. ഓക്കെ, സോ എന്താണ്? വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത്? പവർ എന്ന് പറയുന്നത്. ആൻഡ് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ് ആണ്. ഒന്നെങ്കിൽ നമുക്ക് ജൂൾ പെർ സെക്കൻഡ് ഈക്വൽ ടു എന്താണ്? വാട്ട്, WATT. ജൂൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ J ആണ്. ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ W. ഓക്കെ, സോ ക്യാപിറ്റൽ W ആണ് എന്ത്? പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്കെങ്കിലും വേണമെങ്കിൽ കുറിച്ചിടാം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്? ആസ് W, ക്യാപിറ്റൽ W എന്നാണ് പറയാ. 1 കിലോ വാട്ട്. ഓക്കെ, 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ കിലോ എന്ന് വെച്ചാൽ എത്രയാ? കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്, അല്ലെങ്കിൽ 1000 ആണ്. എത്രയാണ്? സോറി, 10⁻³ അല്ല, 10⁻³ ആണ്. 10⁻³ ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? 1000 വാട്ട് ആണെന്ന് പറയാം. 10⁻³ വാട്ട് അല്ലെങ്കിൽ 1000 വാട്ട്. ഇനി മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻6 വാട്ട്. ഓക്കെ, അതായത് 1 lakh. ഓക്കെ, 1 lakh അല്ലല്ലോ, 10 lakh. 10 lakh. 10 lakh. ഓക്കെ, 10 lakh വാട്ടിനെ എന്ത് പറയാ? മെഗാവാട്ട് എന്ന് പറയാം. എന്താ പറയാ? മെഗാവാട്ട്.
മനസ്സിലായോ? ഉം. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നമ്മൾ യൂണിറ്റ് ആൻഡ് ഡെറിവേഷനിൽ പഠിച്ച പോലെ കിലോ എന്ന് പറഞ്ഞാൽ എന്താണ് 10⁻3, മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6, ജിഗ എന്ന് പറഞ്ഞാൽ 10⁻9. അത് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കെ. എവിടെയെങ്കിലും എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണ് മാം. സോ പവർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ഡയമെൻഷൻ നോക്കാൻ വേണ്ടി പോവാം. എന്താ നോക്കാൻ വേണ്ടി പോകുന്നേ? ഡയമെൻഷൻ. ഓക്കെ, ഡയമെൻഷൻ നോക്കാൻ വേണ്ടി പോവാം. ഓക്കെ, സോ നമുക്കറിയാം എന്താണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓരോന്നിന്റെയും ബേസിക് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ്. ആൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. സോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്, അല്ലേ? സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? മാസ് എടുക്കാം. മാസിന്റെ ഡയമെൻഷൻ എന്താ? മാസിന്റെ ഡയമെൻഷൻ m ആണ്. ആക്സലറേഷൻ ഡയമെൻഷൻ എന്താ? മീറ്റർ റൈസ് ടു മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. t⁻2 ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ l ആണ്. ആൻഡ് ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ t ആണ്. ഓക്കെ, t⁻1. ഓക്കെ, അതായത് ടൈം താഴെയല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ t-1 കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതെല്ലാം അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ സോ നമുക്ക് എന്ത് കിട്ടും? m എത്ര l ഉണ്ട്? 2 l ഉണ്ട്. സോ l സ്ക്വയർ എത്ര t ഉണ്ട്? 3 മൈനസ് t ആണ്. സോ t-3. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഡയമെൻഷൻ. m l സ്ക്വയർ t⁻3. ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമുക്ക് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇനി വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലേ? ഇനി ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഓക്കെ, ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ഇതാണ് എന്താണ് വർക്ക് ഡണിന്റെ ഫോർമുല. സോ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ആണ്, അല്ലേ? സോ എന്താണ്? MAS ഡിവൈഡഡ് ബൈ ടൈം ആണ് ഡയമെൻഷൻ കണ്ടുപിടിക്കുക. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മാസ് എടുക്കുക. മാസ് എടുക്കുക, ആക്സലറേഷൻ എടുക്കുക, എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ടൈം എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടൈം. സോ നമ്മൾ ആദ്യം മാസ് എടുത്തു. ആക്സലറേഷൻ വെച്ചാൽ എന്താ? ആക്സലറേഷൻ വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. ഓക്കെ, സോറി, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം സ്ക്വയർ. ഓക്കെ, സോ l ടൈം സ്ക്വയർ ആകുമ്പോൾ t⁻2. ഇനി അടുത്ത നമ്മൾ എസ് എഴുതാൻ വേണ്ടി പോകുന്നത്. എസിന്റെ ഡയമെൻഷൻ എന്താ? ലെങ്ത് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ ലെങ്ത് ആണ്. ഇവിടെ ഒരു ടൈം ഉണ്ട്, ഡിവൈഡഡിലാണ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് എഴുതു? t⁻1 കൊടുത്തു. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത് എടുത്തു. സോ ഇവിടെ m ഉണ്ട്, ഒരു m ഉള്ളൂ. എത്ര l ഉണ്ട്? 2 l ഉണ്ട്. സോ l സ്ക്വയർ. എത്ര t ഉണ്ട്? t-2 ഒന്നുണ്ട്, t-1 ഒന്നുണ്ട്. സോ ഇത് 2 മൈനസ് ആയതുകൊണ്ട് നമ്മൾ ഇത് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? t⁻3 എന്ന് കിട്ടും. സോ ml സ്ക്വയർ t⁻3 ആണ് എന്തിന്റെ ഡയമെൻഷൻ? പവറിന്റെ ഡയമെൻഷൻ. മനസ്സിലായോ? മനസ്സിലായി. സോ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹോഴ്സ് പവർ ആണ്. നമ്മുടെ ഈ ബൈക്കിന്റെ ഒക്കെ പവർ നോക്കുന്നത്, അല്ലെങ്കിൽ അതായത് നമ്മൾ RC ബുക്കിലൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും കാറിന്റെ ബൈക്കിന്റെ ഒക്കെ പവർ എഴുതിക്കാൻ എന്തിലാ? ഹോഴ്സ് പവറിലാണ് എഴുതിക്കുക. എന്തിലാ എഴുതിക്കുക? ഹോഴ്സ് പവർ, അല്ലെങ്കിൽ HP എന്ന് പറയും. എന്താണ്? HP. അതായത് എഞ്ചിന്റെ പവർ ഒക്കെ എഴുതിയിരിക്കുന്നത് ഏതിലായിരിക്കും? HP-യിലായിരിക്കും. HP എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പവർ എന്ന അർത്ഥം. എന്താ അർത്ഥം? ഹോഴ്സ് പവർ. ഹോഴ്സ് പവർ എന്ന അർത്ഥം. അതേപോലെ ഇലക്ട്രീഷ്യൻസ് ചില മെഷീൻസിന്റെ പവർ പറയുന്നത് ഏതിലാ? ഹോഴ്സ് പവറിലാണ്. എന്താണ്? ഹോഴ്സ് പവറിലാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, അതായത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത യൂണിറ്റ് ആണ് പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാട്ട് എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയില്ല, അതേപോലെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. ആൻഡ് ബ്രിട്ടീഷ് സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പവറിന്റെ ബ്രിട്ടീഷ് യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഹോഴ്സ് പവർ ആണ്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് നോക്കാനുള്ളത് 1 ഹോഴ്സ് പവർ, അല്ലെങ്കിൽ നമ്മൾ ഹോഴ്സ് പവർ എന്ന് പറയുമ്പോൾ 1 ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ എത്രയാന്ന് ചോദിച്ചാൽ
746 വാട്ടാണ്. എത്രയാണ്? 746 വാട്ടാണ് 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു കുതിരയുടെ പവർ. ഓക്കെ, കുതിരയ്ക്ക് പവർ ഉണ്ടാവുമല്ലോ, ഒരു ജോലി ചെയ്യാൻ കുതിരയ്ക്കുള്ള പവർ ഉണ്ടാവുമല്ലോ, ആ പവർ. ഓക്കെ, ആ പവറിന്റെ യൂണിറ്റിലാണ് മുന്നേ ആളുകൾ എന്താണ് പവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, സോ അതിനെ ഇപ്പൊ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വാട്ട് ആക്കിയിട്ടുണ്ട്. ആൻഡ് 1 ഹോഴ്സ് പവർ എത്ര വാട്ടാണ്? 746 വാട്ടാണ്. ഓക്കെ, ഇത് മേ ബി നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാം. അതായത് ഒരു ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ എത്രയാണ്, അല്ലെങ്കിൽ 10 ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ എത്രയാണ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ 10 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 746 ഇൻറ്റു 10 വിച്ച് ഈസ് ഈക്വൽ ടു 7460. മനസ്സിലായോ? സോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. മനസ്സിലായോ? മനസ്സിലായി മാം. Okay, മനസ്സിലായി മാം. ഇനി നിങ്ങൾ കിലോ വാട്ട് അവർ എന്ന് കേട്ടിട്ടുണ്ടോ? അത് ലാസ്റ്റ് ക്ലാസ് പറഞ്ഞല്ലേ? കിലോ വാട്ട് അവർ ഇത് നമ്മൾ പറഞ്ഞാണോ, ഡിസ്കസ് ചെയ്തതാണോ കിലോ വാട്ട് അവർ എത്രയാന്ന്? ആ Okay, ആർക്കെങ്കിലും ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? 1 അവർ മറന്നു വയ്ക്കും. മാം ഒന്നുകൂടി പറയാം. Okay, അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഒരു യൂണിറ്റാ, നമ്മളെ വീട്ടിലെ ഒരു യൂണിറ്റ് കറണ്ട് എന്നല്ലേ പറയാ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ യൂണിറ്റിലെ കറണ്ട് പറയാം. ഇപ്പൊ കറണ്ടിന്റെ എത്ര യൂണിറ്റ് ചെലവാക്കി എന്നാ പറയാ, അല്ലേ? അല്ലേ? ഒരു യൂണിറ്റ് വെച്ചാൽ എത്രയാണെന്ന് അറിയോ? ആയിരം. യൂണിറ്റ് ഒരു മിനിറ്റ്. ഒരു യൂണിറ്റ് 100 വാട്ടാ? മറന്നു. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാല് 1 കിലോ വാട്ട് ആണ്. എത്രയാണ്? 1 കിലോ കിലോ. വാട്ട്. 1 കിലോ വാട്ട്. 1 കിലോ വാട്ട് അവറിനെ എന്താ പറയാ? ഒരു യൂണിറ്റ് എന്ന് പറയാ. എന്താണ്? 1 കിലോ വാട്ട് ഒരു അവർ കിലോ വാട്ട് അതായത് ഒരു മണിക്കൂറില്, ഓക്കെ, ഒരു മണിക്കൂറില്, ഓക്കെ, 1000 വാട്ട്. ഒരു മണിക്കൂറിൽ 1000 വാട്ട് പ്രവർത്തിച്ചാൽ, ഓക്കെ, ഒരു മണിക്കൂറിൽ 1000 വാട്ട് പ്രവർത്തിച്ചാൽ, ഓക്കെ, എത്ര വർക്ക് ഡൺ ചെയ്യും? ഒരു മണിക്കൂറിൽ 1000 വാട്ട് പ്രവർത്തിച്ചാൽ, ഒരു മണിക്കൂറിൽ 1000 വാട്ട് പ്രവർത്തിച്ചാൽ എത്ര എനർജി യൂസ് ആക്കും, അല്ലെങ്കിൽ എത്ര എനർജി എത്ര എനർജി നമ്മൾ യൂസ് ചെയ്യണം എന്നതിന്റെ കണക്കിന് എന്ത് പറയാ? ഒരു യൂണിറ്റ് എന്ന് പറയാം. എന്താണ്? ഒരു മണിക്കൂർ. ഓക്കെ, ഒരു മണിക്കൂറിൽ നമ്മൾ 1000 വാട്ട് യൂസ് ചെയ്തു. ഓക്കെ, 1000 വാട്ട് യൂസ് ചെയ്താൽ നമ്മൾ എത്രത്തോളം എനർജി യൂസ് ചെയ്യും എന്നതിന്റെ കണക്കാണ് എന്ത്? 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അതിനെ എന്താ പറയാ? ഒരു യൂണിറ്റ് എന്ന് പറയാ. എന്താ പറയാ? ഒരു യൂണിറ്റ്. സോ നമ്മുടെ വീട്ടില് ഒരു യൂണിറ്റ്, ഓക്കെ, ഒരു യൂണിറ്റ് വർക്ക് ആവണമെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ AC 1.5 ടൺ 1 ടൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? യെസ്. 1 ടണ്ണ് 1.5 ടണ്ണ് 2 ടൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ 1 ടണ്ണ് എന്ന് പറയുന്ന സാധനം ഒരു മണിക്കൂർ യൂസ് ആക്കാൻ, ഒരു യൂണിറ്റ് ചെലവാകും എന്ന അർത്ഥം. മനസ്സിലായോ? ഒരു മണിക്കൂർ യൂസ് ആക്കാൻ 1 യൂണിറ്റ് കറണ്ട് ചെലവാകും എന്നാണ് അർത്ഥം. 1.5 ടൺ ആണെങ്കിൽ 1.5 യൂണിറ്റ് യൂസ് ആവും എന്നാണ് അർത്ഥം. മനസ്സിലായോ? മനസ്സിലായി മാം. മനസ്സിലായി മാം. ആ എന്താ? മനസ്സിലായി. ഓക്കെ, അതായത് നമ്മളിപ്പോ AC ഒക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അതിനകത്ത് പവർ കൊടുത്തേക്കുന്നത് ചിലപ്പോ 900 വാട്ട് അല്ലെങ്കിൽ 950 വാട്ട് എന്നൊക്കെ കൊടുത്തേക്കും. 950 വാട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 50 വാട്ടല്ലേ കുറവുള്ളൂ. അതുകൊണ്ടാണ് അത് 1 യൂണിറ്റ് എന്ന് പറയുന്നത്. അത് 1000 വാട്ട് ആവുമ്പോൾ 1 യൂണിറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിന് 1 ടൺ എന്ന് പറയാം. ഓക്കെ, അതേപോലെ 1.5 ടൺ എന്ന് പറയുമ്പോൾ 1400 സംതിങ് ആയിരിക്കും, ചിലപ്പോൾ 1600 ആയിരിക്കാം. ഓക്കെ, എങ്കിലും അതൊരു റൗണ്ട് ഫിഗർ പോലെ 1.5 ടൺ എന്നാ പറയാം. സോ 1.5 ടൺ, ഓക്കെ, അതായത് 1.5 ടണ്ണുള്ള ഒരു AC 1 മണിക്കൂർ യൂസ് ചെയ്യാൻ നമുക്ക് 1.5 യൂണിറ്റ് കറണ്ട് ആവും. ഓക്കെ, അതേപോലെ 1 ടൺ ആണെങ്കിൽ 1 യൂണിറ്റ് കറണ്ട് ആവും. ഓക്കെ, അത് എത്ര വാട്ടാണെന്ന് ചോദിച്ചാൽ 1000 വാട്ട്. ഓക്കെ, 1000 വാട്ട് 1 മണിക്കൂർ യൂസ് ചെയ്യാൻ വേണ്ട എനർജി, അതിനെ എന്താ പറയാ? 1 യൂണിറ്റ് എന്ന് പറയാം. മനസ്സിലായോ? അതായത് നമ്മുടെ വീട്ടില് ഇൻഡക്ഷൻ, ഓക്കെ, ഇൻഡക്ഷൻ വേണ്ട,
സ്ട്രോങ് മോട്ടറുള്ള മിക്സർ ഗ്രൈൻഡർ ഇല്ലേ? മിക്സർ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ സാധാരണ 2-3 ജാറുള്ള മിക്സർ ഗ്രൈൻഡർ ഉണ്ട്. അത് 750 വാട്ടാണ്. എത്ര വാട്ടാ? 750 വാട്ടാ. കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള മോട്ടറുള്ള മിക്സി ആണെങ്കിൽ 900 വാട്ടാണ്. ഓക്കെ, സോ നമ്മൾ സാധാരണ മിക്സി ഒന്നും 1 മണിക്കൂർ യൂസ് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഒരു മണിക്കൂർ മിക്സി ഇട്ടേക്കാന്ന് വിചാരിക്കുക. ഇട്ടുമ്പോൾ അതിന്റെ മോട്ടർ ചീത്താവും, അതല്ല ഞാൻ പറയുന്നത്. 1 മണിക്കൂർ നമ്മൾ മിക്സി വെറുതെ ഓടിച്ചാൽ തന്നെയും നമ്മൾ 1 മണിക്കൂർ AC ഇടുന്ന കറണ്ട് ആവും. പക്ഷെ നമ്മൾ കുറച്ചു നേരം ഉപയോഗിക്കുന്നു. ഓക്കെ, അതായത് നമ്മൾ എത്ര മണിക്കൂറാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ നമ്മൾ 10 മിനിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. AC നമ്മൾ 10 മിനിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര കറണ്ട് ആവുള്ളൂ? 1000 ആണെങ്കിൽ 10 മിനിറ്റ് നമ്മൾ യൂസ് ചെയ്താൽ ഏകദേശം അതിനെ ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ ഏകദേശം ഒരു 166. ഓക്കെ, 166 യൂണിറ്റ്, 166 വാട്ടേ ആവുള്ളൂ. അത് 10 മിനിറ്റ് യൂസ് ചെയ്യുന്ന കാര്യമാണേ പറഞ്ഞേ. മനസ്സിലായോ? അതായത് നമ്മൾ പറയുന്നുണ്ട് AC-ക്കും മിക്സിക്കും ഒരേ വാട്ടാ. പക്ഷെ നമ്മൾ മിക്സി ഇടുന്നത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാത്ത, അതായത് മിക്സി ഇടുന്നത് നമ്മൾ 1 മണിക്കൂർ ഇടുന്നത് അത്രയും കറണ്ട് ആവും എന്ന് പറയാത്തതിന് റീസൺ, അത് എത്ര മണിക്കൂറാണ് എത്ര നേരമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ കറണ്ട് അതിനകത്ത് എടുക്കുള്ളൂ. മനസ്സിലായോ? അതായത് ഇപ്പൊ 60 വാട്ടുള്ള ബൾബാണെന്ന് വിചാരിക്കാം. അതാണ് എളുപ്പം. ഓക്കെ, 60 വാട്ടുള്ള ബൾബാണെന്ന് വിചാരിക്കാം. 60 വാട്ടുള്ള ബൾബ് ഞാൻ 10 മിനിറ്റ് ആണ് ഇടണമെങ്കിൽ എനിക്ക് 10 വാട്ടേ ആവുള്ളൂ. 20 മിനിറ്റ് ഇടുമ്പോൾ 20 വാട്ട് ആവും. 30 മിനിറ്റ് ഇടുമ്പോൾ 30 വാട്ട് ആവും. 40 മിനിറ്റ് ഇടുമ്പോൾ 40 വാട്ട്. 1 മണിക്കൂർ ഇടുമ്പോൾ 60 വാട്ട്. മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ, സോ അതാണ് എന്ത് 1 യൂണിറ്റ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1000 കിലോ വാട്ട്. 1 മണിക്കൂർ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കറണ്ട്, അതിനെ എന്താ പറയാ? 1 യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്, അതായത് പവർ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. എടാ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം മാം. കേൾക്കുന്നുണ്ട് മാം. കാണാൻ പറ്റുന്നുണ്ടോ? കാണാം മാം. ഓക്കെ, സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാന്ന് വെച്ചാല് പവർ കണ്ടുപിടിക്കാനാ. എന്താ പവർ കണ്ടുപിടിക്കാം. പവർ കണ്ടുപിടിക്കാനാ. ആൻഡ് എ ബോഡി ഓഫ് മാസ് 100 കിലോഗ്രാം. ഓക്കെ, അതായത് 100 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാള്
100 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു സാധനം ഒരാള് വെയിറ്റ് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 100 അതായത് 100 കിലോ വെയിറ്റ് ഉള്ള ഒരു സാധനം, 100 കിലോ വെയിറ്റ് ഉള്ള സാധനത്തിനെ ഒരാൾ തൂക്കുകയാണ്. ഓക്കെ, ആള് തൂക്കിയിട്ട് അയാൾ എന്ത് ചെയ്യാണ്, അയാൾ അതിനെ എടുത്തുകൊണ്ട് 8 മീറ്റർ ഡിസ്റ്റൻസിൽ, ഓക്കെ 8 മീറ്റർ ഡിസ്റ്റൻസിൽ 10 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്തു. മനസ്സിലായോ? അത് 100 കിലോ ഉള്ള ഒരു കല്ലാന്ന് വിചാരിക്കാം. ഒരാൾ അതിനെ എടുത്തുകൊണ്ട് 8 മീറ്റർ, ഓക്കെ 8 മീറ്റർ 10 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്തു. ഓക്കെ 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 മാം. ഓക്കെയാണ് മാം. സോ നമുക്ക് അതിന്റെ പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? തന്നിട്ടുള്ളത് മാസ് തന്നിട്ടുണ്ട്, എത്രയാണ്? 100. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 8 ആണ്. ടൈം തന്നിട്ടുണ്ട് ടൈം തന്നിട്ടുണ്ട് 10 സെക്കൻഡ്. 10 1 സെക്കൻഡ്, സെക്കൻഡ്. 10 സെക്കൻഡ്സ് ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് പവർ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, വർക്ക് ഡണ്ടെ ഫോർമുല എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു MAS. അപ്പൊ നമുക്കിവിടെ മാസ് മാത്രമേ ഉള്ളൂ, ആക്സലറേഷൻ ഇല്ല. അയാൾ തൂക്കിക്കൊണ്ട് പോയത് തന്നെ ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? നമുക്കത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഇവിടെ മാസ് എന്ന് പറയുന്നത് 100 ആണ്. ആൻഡ് MAS ഡിവൈഡഡ് ബൈ T എന്ന് പറയുന്നത് 9.8 ആണ്. ആൻഡ് ടൈം എന്ന് പറയുന്നത് 10 ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 ആണ്. 10. ഇവിടത്തെ ഈ പൂജ്യം വെട്ടിപ്പോയി, ബാക്കി ഉണ്ടാകുന്ന എത്രയാ? 9.8 ഇൻറ്റു 8. ഓക്കെ, 9.8 ഇൻറ്റു 8 which is equal to 8 8s are 64, 6 9 8s are 72. 79. 72ഉം 6ഉം 6 ചേർക്കുമ്പോൾ 78. എത്രയാണ്? 78. ഇവിടെ ഒരു പോയിന്റ് ഉള്ളതാണ് 78.4. ഓക്കെ, 78.4 ആണ് നമുക്ക് ആൻസർ കിട്ടുക ഇതില്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു 10 ഉണ്ട്. സോ 78.4 ഇൻറ്റു 10 വിച്ച് ഈസ് ഇക്വൽ ടു 784. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഈസ് 784 ആണ്. ആൻഡ് 784 ആണ് നമ്മുടെ ആൻസർ വരിക, വിച്ച് ഈസ് 784. ആൻഡ് 784 ജൂൾ പെർ സെക്കൻഡ് ആണ്. സോ 784 ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 784 വാട്ട് ആണ്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെയാണ് സോ ഇവിടെ മാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 10 ഹോഴ്സ് പവറിനെ നമുക്ക് എന്താണ്? കിലോ വാട്ടിൽ കൺവേർട്ട് ചെയ്യണം. എന്താണ്? 10 ഹോഴ്സ് പവറിനെ കിലോ വാട്ടിൽ കൺവേർട്ട് ചെയ്യാൻ. 10 ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ എത്രയാ? 7460 വാട്ട് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? സോ കിലോ വാട്ട് അവറിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 ആണ്. സോ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 2 3 3 പോയിന്റ് മാറ്റി കുത്തുമ്പോൾ 7.460 എന്ന് കിട്ടും. 7.46 കിലോ വാട്ട്. മനസ്സിലായോ? മനസ്സിലായി മാം. സോ ഇനി നമുക്ക് വർക്ക് ഡൺ ആൻഡ് കൈനറ്റിക് എനർജി നോക്കാം. എന്താണ് കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താ? കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു വസ്തുവില് എന്താ പറയാ ബലം പ്രയോഗിക്കുന്നത് ചലിക്കുന്നുണ്ടെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിലേക്ക് എനർജി ഉണ്ടാവുന്ന എനർജി. മോഷൻ ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന എനർജി. വെരി ഗുഡ്. ഓക്കെ, മോഷൻ ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി. സോ ഒരു വസ്തു ചലിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി എന്ന് പറയാ. ഒരു വസ്തു നിശ്ചലമായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി. ഓക്കെ, ഒരു വസ്തു ചലിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി കൈനറ്റിക് എനർജി, മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജി കൈനറ്റിക് എനർജി. ഒരു വസ്തു നിശ്ചലമായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? നമ്മൾ നേരത്തെ നോക്കിയത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുലയാണ്, വിച്ച് ഈസ് mgh എന്ന് പറഞ്ഞില്ലേ? വർക്ക് ഡൺ എന്ന് പറയുന്ന mgh എന്ന് പറഞ്ഞില്ലേ? mgh എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊസിഷൻ കാരണം ഉണ്ടാവുന്ന എനർജി. അതിന് എന്താ പറയാ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. സോ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, വിച്ച് ഈസ് mgh എന്ന് പറഞ്ഞില്ലേ? സോ ഈ mgh എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. നമുക്ക് ഇനി പഠിക്കാനുള്ളതേ ഉള്ളൂ. നമുക്ക് ഇനി പഠിക്കാം. ഇപ്പൊ നമ്മൾ നോക്കുന്നത്
കൈനറ്റിക് എനർജി. എന്താണ് കൈനറ്റിക് എനർജി. എന്താണ് എനർജി? ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ബലം. വെരി ഗുഡ്. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ബലം, അതിനെ എന്താ പറയാ? എനർജി എന്ന് പറയാ. അപ്പൊ എന്താ പവർ? എത്ര സമയത്താണ് നമ്മൾ ചെയ്യുന്നത്? ഒരു വസ്തു നമുക്ക് എത്ര നേരം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ടൈം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിന്റെ ഇതാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. ഒരു വസ്തു ഒരു ജോലി നമുക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്താ പറയാ? എനർജി എന്ന് പറയാം. ഓക്കെ ഇപ്പൊ ഒരു ബോഡിക്ക് ഒരു എനർജി ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ബോഡിക്ക് ഒരു സാധനം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കാം. ഒരു വസ്തുവിന്, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു കഴിവുണ്ട്. എന്താണ്? ഇവിടെ നിന്ന് ഒരു സാധനത്തിനടുത്ത് അപ്പുറത്ത് മാറ്റി വെക്കാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ അതിന്റെ എനർജി എനിക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ ആ എനർജി എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ എന്താണ്, നമ്മള് പെട്രോൾ ഒഴിക്കുന്നു. പെട്രോൾ എന്തിനാ നമ്മൾ ഒഴിക്കുന്നേ? നമ്മുടെ വണ്ടിക്ക് എനർജി കൊടുക്കാൻ, അല്ലേ? അതെ മാം. നമ്മൾ ഒഴിക്കുന്ന ആ കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? മെക്കാനിക്കൽ എനർജി, അതായത് നമ്മുടെ ആ വണ്ടി ചലിക്കാനുള്ള എനർജി ആയിട്ട് മാറും. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി, ആ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചാണ് നമ്മൾ ഫാന് കറങ്ങുന്നത്. ഫാന് കറങ്ങുന്ന എനർജി മെക്കാനിക്കൽ എനർജി. അതേപോലെ ലൈറ്റ് കത്തുന്ന എനർജി ലൈറ്റ് എനർജി. അതേപോലെ മിക്സി കറങ്ങുന്ന എനർജി മെക്കാനിക്കൽ എനർജിയാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നു. നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ നടക്കുന്നത് പോലെ നമ്മളെ എനർജിയാണ്. നമുക്ക് ആ എനർജി തീർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഫുഡ് കഴിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പവർ ഇല്ലാണ്ടാവുമോ? ഇല്ല. നമുക്കത് ചെയ്യാനുള്ള പവർ ഉണ്ട്, പക്ഷെ നമുക്ക് എന്തില്ല? ഇപ്പൊ നമുക്ക് അതിന്റെ എനർജി ഇല്ല. അത് ചെയ്യാനുള്ള എനർജി നമുക്കിപ്പോ കുറവാണ് എന്നാണ് അർത്ഥം. സോ ഈ ലോകത്ത് ഏതൊക്കെ സാധനങ്ങളുണ്ടോ, എല്ലാ ഒബ്ജക്റ്റിനും എന്തുണ്ട്? എനർജി ഉണ്ട്. എന്തുണ്ട്? എനർജി ഉണ്ട്. എനർജി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. ആ എനർജി കാരണമാണ് വർക്ക് ചെയ്യുന്നത്. അതിന് മുന്നേ വന്ന് റെസ്റ്റ് എടുക്കുന്നതും ഒക്കെ ഈ എനർജി കാരണമാണ്. അതേപോലത്തെ ഒരു എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരു മൂവിങ് ഒബ്ജക്റ്റിന്, എന്താണ്? മൂവിങ് ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന എനർജി, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് കാരണമായിട്ട് ഉണ്ടാവുന്ന എനർജി, അതിനെ എന്താ പറയാ? കൈനറ്റിക് എനർജി എന്ന് പറയാം. എന്താ പറയാ? സോ നമുക്ക് കൈനറ്റിക് എനർജി നോക്കാം. സോ ഇവിടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാല് ലെറ്റ് us കൺസിഡർ ആൻ ഒബ്ജക്ട്. എം എന്ന് പറഞ്ഞൊരു ഒബ്ജക്ട് സ്ട്രെയിറ്റ് മോഷനിൽ കൂടെ നടക്കുകയാണ്. അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണെന്ന് വിചാരിക്കാം. എം മാസുള്ള ഒരു ഒബ്ജക്ട് എന്ത് ചെയ്യാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മൂവ് ആവുകയാണ്. അതിനുണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണെന്ന് വിചാരിക്കാം. അവിടെ ആ മൂവ് ആവുന്നത് കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? എ ആയിട്ട്. അതായത് ഒരു വസ്തു മൂവ് ആകുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടാവുമല്ലോ. സോ ആ ആക്സിലറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന എഫ് എന്താണ്? ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ ആണ്. എന്താണ്? അതായത് ഒരു വസ്തു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മൂവ് ആവുകയാണ്. ആ മൂവ് ആവുന്ന സമയത്ത് അതിനൊരു ഫോഴ്സ് വേണമല്ലോ. ഫോഴ്സ് ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഫോഴ്സ് ഇല്ലാതെ. സ്വന്തമായിട്ട് ഞാൻ എടുത്ത് കാല് വെക്കണമെങ്കിലും എന്നെ ഒരാൾ മൂവ് ആക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഫോഴ്സ് വേണം. സോ ഞാൻ എന്ത് ചെയ്യണം? ഒരു എം മാസുള്ള ഒരു ബോഡി മൂവ് ആവുകയാണ്. അവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. അതിനടുത്ത ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ. നമ്മൾ സെക്കൻഡ് ലോ പഠിച്ചതുപോലെ എഫ് ഇസ് ഈക്വൽ ടു എം എ. ആൻഡ് അവിടെ ഒരു വസ്തു അവിടെ V1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്ട് ഒരു ഒബ്ജക്ട് എന്ത് ചെയ്യാണ്? V1 എന്ന് പറയുന്ന സ്പീഡിൽ ചലിക്കുകയാണെന്ന് വിചാരിക്കുക ഫോർ T1 സെക്കൻഡ്. T1 സെക്കൻഡിലേക്ക് ചലിക്കുകയാണെന്ന് വിചാരിക്കുക. ആൻഡ് അതായത് ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആള് തന്നെ ഈ ഒരു വസ്തു തന്നെ എന്ത് ചെയ്യാണ്? സ്പീഡ് കൂട്ടുകയാണ്, അല്ലെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാണ് വേറൊരു സ്പീഡിൽ, അതായത് V2 എന്ന് പറയുന്ന സ്പീഡിലും T2 എന്ന സ്പീഡിലും നടക്കുകയാണെന്ന് വിചാരിക്കുക. മനസ്സിലായോ? അതായത് എം വെയിറ്റ് ഉള്ള ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മൂവ് ആവുകയാണ്. സോ ആ മൂവ് ആവുന്ന സമയത്ത് അയാളുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ആണ്. അയാളുടെ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എം എ ആണ്. ഇനി ഈ ആൾ എന്ത് ചെയ്യാണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടക്കുകയാണ്. നടക്കുമ്പോൾ അയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ്. അതായത് സ്പീഡ് എന്ന് പറയുന്നത് V1 ആണ് അറ്റ് T1 സെക്കൻഡ്. ഇവിടെ മുതൽ ഇവിടെ വരെ നടക്കാൻ അയാൾക്ക് T1 സെക്കൻഡ് എടുത്തു. ഇനി ഈ പോയിന്റിൽ നിന്ന് അയാൾക്ക് അടുത്ത സ്പീഡിൽ അയാൾ നടക്കുന്നത് വിച്ച് ഈസ് V2. എന്താണ്?
വിച്ച് ഈസ് V2 ഫോർ T2 സെക്കൻഡ്. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി മാം. ഓക്കെ ഓക്കെ. സോ ഇയാള് നടന്നത് എത്ര ദൂരം നടന്നു എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? T1 എന്ന് പറയുന്നത് ഒരു 5 സെക്കൻഡ് ആണെങ്കിൽ T2 എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണെങ്കിൽ ആള് മൊത്തം നടന്ന ടൈം നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? അതായത് ഇവിടെ എത്തിയപ്പോ 10:05 ആണ്. ഇവിടെ എത്തിയപ്പോ 10:10 T2 എത്തിയപ്പോ T1 തുടങ്ങിയപ്പോ ആള് 10:05 T2 എത്തിയപ്പോ അയാള് 10:25 ഓക്കെ. എങ്കിൽ നമ്മൾ ഇത്ര നേരം നടന്നു എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10:25 10:05 മൈനസ് ചെയ്താൽ പോരെ? ഓക്കെ. സോ 10 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? നമുക്ക് കിട്ടിയ ആൻസർ ആണ് 20 സെക്കൻഡ്. എത്രയാണ്? 20 സെക്കൻഡ്. അയാൾ 20 സെക്കൻഡ് നടന്നു എന്ന് വിചാരിച്ചു. അതായത് എന്താണ്? T2 ന്ന് T1 മൈനസ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? അയാൾ എത്ര ടൈം സഞ്ചരിച്ചു എന്ന് കിട്ടി. സോ അതിന് എന്താ പറയാ? ഡ്യൂറിംഗ് ദിസ് ടൈം ഓഫ് ഇന്റർവൽ വിച്ച് ഈസ് T ഈസ് ഈക്വൽ ടു T2 മൈനസ് T1. ഓക്കെ. ആൻഡ് അയാൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് S ആയിട്ട് എടുക്കാം. ഓക്കെ. ആൻഡ് S ആയിട്ട് എടുത്താൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ട് ഫോർമുല വിച്ച് ഈസ് എന്താണ്? V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. എന്താണ്? ഫൈനൽ വെലോസിറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി സ്ക്വയർ പ്ലസ് 2AS. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? V2 ആണ് ഫൈനൽ വെലോസിറ്റി, V1 ആണ് ഇനിഷ്യൽ വെലോസിറ്റി. സോ V1 സ്ക്വയർ പ്ലസ് 2AS കൊടുത്ത് നമുക്ക് ഫോർമുല കിട്ടി. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? A ന്റെ ഫോർമുല കണ്ടുപിടിക്കാൻ. സോ A നമ്മൾ ഇവിടെ ഇത് മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ടിനെ പുറത്തോട്ട് കൊണ്ടുപോയി. സോ എന്ത് കിട്ടു? V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2AS എന്ന് കിട്ടി. ഓക്കെ. നമ്മൾ A മാത്രം എടുത്തപ്പോ A മാത്രം നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ പോയപ്പോ എന്തായി? 2S. അതായത് V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ A മാത്രമായി, ബാക്കി ഇവിടെ 2S ആയി. സോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഈസ് ഈക്വൽ ഡിവൈഡ് ബൈ 2S ഈസ് ഈക്വൽ ടു A എന്ന് കിട്ടി. ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? F ഈസ് ഈക്വൽ ടു MA ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടി? V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2S ന് പകരം അതായത് MA ക്ക് പകരം നമ്മൾ ഈ വാല്യൂ കൊടുത്തു. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതായത് F ന്റെ വാല്യൂ നമുക്ക് കിട്ടി MA ആണെന്ന്. ആൻഡ് നമ്മൾ ഈ F ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? W ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകണം. വർക്ക് ഡൺ അല്ലേ? എന്തിലാണ്? വർക്ക് ഡണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. വർക്ക് ഡണിന്റെ ഫോർമുല എന്താ? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്താണ്? ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. സോ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്ത്? Work ഫോഴ്സ് done. ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു? ഈ ഫോഴ്സിന് പകരം M മേലെ കൊടുത്തിരുന്ന ആ ഫോർമുല ഇവിടെ എടുത്തു. V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2S ഇൻടു ഈ MA. ഇത് MA ആണ്. എന്നിട്ട് ഈ S നെ ഞാൻ എന്ത് ചെയ്തു? ഇത് F ന്റെ ഫോർമുലയാണ് വിച്ച് ഈസ് MA. ഞാൻ ഈ S ന് എന്ത് ചെയ്തു? ഇവിടെ കൊടുത്തു. ഓക്കെ. ആൻഡ് ഇവിടെ ഒരു S ഉണ്ട്, ഇവിടെ ഒരു S ഉണ്ട്. ഈ രണ്ട് S ക്യാൻസൽ ആയിപ്പോയി. ഇവിടുത്തെ S ബിക്കോസ് ഇവിടെ ഡിവൈഡഡ് ആണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇവിടുത്തെ S മൾട്ടിപ്ലൈ ആയിപ്പോയി, ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ മാം. ഹലോ. ഓക്കെ. ഹലോ, സോ എന്നിട്ട് കേൾക്കുന്നില്ലേ? എന്താണ് ഈ ബാക്കിയുള്ള എന്താണ്? മാം M ഇൻറ്റു മാം V2 സ്ക്വയർ എന്താ? ആ മാം ഇതിന്റെ ഇക്വേഷൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ? ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇതിപ്പം ചില ഓക്കെ. സമയത്ത് M നമ്മൾ ഇൻറ്റു V കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ്. ഇതില്ല നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പതുക്കെ നിർത്തി പറഞ്ഞുതരായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഇല്ല. ജസ്റ്റ് എങ്ങനെ വന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ശരി, ഓക്കെ. ഓക്കെ. ഹാഫ് MB അതായത് ഇത് അകത്തോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ MB സ്ക്വയർ MV2 സ്ക്വയർ ഇത് അകത്തോട്ട് മൈനസ് MV1 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. ആൻഡ് ഇവിടെ 2 ഡിവൈഡ് ബൈ 2 ആ കിടക്കുന്നത്. ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ 1/2 MV2 സ്ക്വയർ മൈനസ് ഹാഫ് MV1 സ്ക്വയർ. ഓക്കെ. നമുക്ക് അറിയാവുന്ന ഫോർമുല എന്ന് വെച്ചാൽ ഹാഫ് MV സ്ക്വയർ എന്ന് എന്താ?
ഹാഫ് എം വി സ്ക്വയർ എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജിയാ. എന്താണ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല അറിയോ നിങ്ങൾക്ക്? കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. എന്താണ് ഹാഫ് mv Half സ്ക്വയർ. mv square. കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. അതേപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എം ജി എച്ച് ആണ്. ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എം ജി എച്ച് ആണ്. അതായത് എം എ എച്ച് എന്നും പറയും. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി മെയിൻ നമ്മൾ എം ജി എച്ച് കൊടുക്കുള്ളൂ. ഓക്കെ, എം ജി എച്ച് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല, കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് എം വി സ്ക്വയർ ആണ്. Okay, ma'am. സോ നമുക്ക് ഇവിടെ കിട്ടി ഹാഫ് എം വി ടു സ്ക്വയർ എന്നും ഹാഫ് എം വി വൺ സ്ക്വയർ എന്നും. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്തു? K2 എന്ന് കൊടുത്തു. ഇതിന് നമ്മൾ എന്ത് ചെയ്തു? K1 എന്ന് കൊടുത്തു. ഓക്കെ, സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ എന്ന് പറഞ്ഞാല് എന്താണ്? ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജി ആണ്. എന്താണ്? ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജി Difference in ആണെന്ന് കിട്ടി. kinetic energy. സോ നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, K2 എന്ന് പറയുന്നത് ഹാഫ് എം വി ടു സ്ക്വയർ ആണ്. K1 എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി ടു സ്ക്വയർ ആണ്. വിച്ച് ഈസ് എന്താണ്? ഫൈനൽ എനർജി കൈനറ്റിക് എനർജി തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് കിട്ടി. സോ എന്താണ് നമുക്ക് മനസ്സിലായി? എന്താണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജി ആണ്. എന്താണ് വർക്ക് ഡൺ എന്ന് Difference പറഞ്ഞാൽ in എന്താണ്? kinetic energy. ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജി. സോ നിങ്ങൾക്ക് ഇതിൽ പഠിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതാണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ കൈനറ്റിക് എനർജി ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് എന്ന് പഠിക്കണം. മനസ്സിലായോ? സോ നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. Okay, എന്താണ് ഡൺ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് എന്ന് പഠിക്കാം. Okay, ma'am. മനസ്സിലായോ? ഇതാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ അതിനാണ് അത്രേ പഠിക്കാനുള്ളത്. എന്താണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ്, അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് എന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, ഓക്കെ മാം. ഓക്കെ, സോ ഞാൻ ഇന്ന് പഠിപ്പിച്ചത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ന് നമ്മൾ എന്താ പഠിച്ചേ? ഇന്ന് നമ്മള് പോസിറ്റീവ് വർക്ക്. പോസിറ്റീവ് നെഗറ്റീവ് വർക്ക് ഡൺ നോക്കി. ഓക്കെ, പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിലാണ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ അതിനെ പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറയും. അതേപോലെ എന്താണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് നെഗറ്റീവ് വർക്ക് ഡൺ. ഓക്കെ, ആൻഡ് നമ്മളൊരു കേസ് പറയുകയാണെങ്കിൽ എന്താണ് നമ്മളൊരു വസ്തുവിനെ മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് പൊക്കുന്നത്. ഓക്കെ, മുകളിലോട്ട് പൊക്കുന്നത് ഗ്രാവിറ്റേഷനിൽ എഗനിസ്റ്റ് ആയിട്ടാണ് നമ്മൾ പൊക്കുന്നത്. സോ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി മുകളിൽ നിന്ന് താഴോട്ട് ഇടുന്ന വസ്തു എന്ന് പറയുന്നത് നമ്മൾ ഗ്രാവിറ്റേഷന് അനുകൂലമായിട്ടാണ് നമ്മൾ താഴോട്ട് ഇടുന്നത്. സോ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പക്ഷെ ആസ് എ പേഴ്സൺ, ഒരു പേഴ്സണെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനെ മുകളിലോട്ട് പൊക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ ഫോഴ്സ് മേലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതായത് ആ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മുകളിലോട്ട് എടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ആൻഡ് താഴോട്ട് ഇടുമ്പോൾ അയാൾ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. മനസ്സിലായോ? ആൻഡ് ഇനി ഒരു തരത്തിലും ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നില്ല എങ്കിൽ ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ തന്നെ കോസ് 90, ഈ കോസ് 90 ആണ് വരുന്നതെങ്കിലും ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ബിക്കോസ് എന്താണ്? അതായത് ഫോഴ്സും ഇത് തമ്മിലുള്ള ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി ആവുകയാണെങ്കിൽ കോസ് 90യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് 0 എന്ന് പറയുമ്പോൾ ആ വർക്ക് ഡൺ 0 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പവറിന്റെ കാര്യം നോക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് പവർ എന്ന് പറഞ്ഞാല് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് എത്രമാത്രം വർക്ക് ചെയ്യാൻ പറ്റും എന്നതിന്റെ അളവിനെ എന്താ പറയാ? പവർ എന്ന് പറയാ. സോ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്, എന്താണ് വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. ഓക്കെ, വാട്ട് എന്ന് പറഞ്ഞാൽ W എന്ന് നമ്മൾ കൊടുക്കുക. ആൻഡ് കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 10⁻³ വാട്ട് ആണ്. ആൻഡ് മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ 10⁻6 വാട്ട് ആണ്. ദെൻ നമ്മൾ എന്താ നോക്കി? ഡയമെൻഷൻ നോക്കി. ഡയമെൻഷൻ ml² T⁻³ ആണ്. ഹോഴ്സ് പവർ എത്രയാന്ന് നോക്കി? 746 വാട്ട് ആണ്. ആൻഡ് നിങ്ങൾക്ക് ഇത് വരാം കേട്ടോ, 1 കിലോവാട്ട് അവർ എന്ന് വെച്ചാൽ എത്രയാണെന്ന്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വെക്കാം. 3.6 മെഗാ ജൂൾസ് ആണെന്ന് കാണാതെ പഠിച്ചു വെക്കാം. ഓർ നിങ്ങൾ ഇത് എങ്ങനെയാ വരുന്നതെന്ന് പഠിച്ചു വെച്ചാലും മതി. ഓക്കെ, ആൻഡ് 1 കിലോവാട്ട് അവർ ആണ് എന്ത്? ഒരു യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി. ജസ്റ്റ് വാല്യൂസിനെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെന്താണ് കൈനറ്റിക് എനർജി തമ്മിലുള്ള എന്താണ് റിലേഷൻ എന്താണെന്ന് നോക്കി. വർക്ക് ഡൺ കൈനറ്റിക് എനർജി തമ്മിലുള്ള എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. എന്താണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്? എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. വിച്ച് ഈസ് K2 - K1. എന്താണ്? which is K2 - K1 which is equal to half mv2 square minus half mv1 square. Okay, അതായത് ഇനിഷ്യൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ആണ് എന്ത്? വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, Okay, ma'am.